അക്കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടുകൊണ്ട് ശരിയാണോ എന്നറിയില്ല, ഡോക്ടർമാരുടെ പ്രാക്ടീസ് കഴിഞ്ഞ് പോക്കറ്റിൽ പവനാണ് കൊണ്ടിരുന്നത്. ശരിയാണോ എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം തിരിച്ചു വരുമ്പോൾ പോക്കറ്റിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. വെളിയിൽ നിന്ന് പാൽപ്പൊടിയും മറ്റും വരുത്തി നിർധനരായ രോഗികൾക്ക് വേണ്ടത്ര പോഷകാഹാരം കൊടുക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് മകനായ കേശവൻ നായർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. ശിഷ്യൻ മാത്രമല്ല, അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പ്രൊഫസറായി ജോലി ചെയ്യുന്നതിനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചുമകനും എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. അങ്ങനെയാണ് 4 തലമുറയിലുള്ള ഞങ്ങളുടെ തമ്മിലുള്ള ഒരു ശിഷ്യബന്ധം. എൻ്റെ ഗുരുനാഥനെ ഞാൻ ആദ്യമായി കാണുന്നത് ഗുരുനാഥനായിട്ടല്ല. 1950 ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി വന്നപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ ഒരു പരിപാടിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ഞാൻ കണ്ടിട്ടില്ല. ഗുരുവായൂർ കേശവന്റെ തലയെടുപ്പില്ലേ, അതുമാതിരിയാണ്. ആ പടത്തിലേക്ക് ഒന്ന് പോകും. സ്വാമിജി പറഞ്ഞ പോലെ ആരും മുമ്പിൽ തലകുനിക്കുന്ന ആ ഒരു പൗരുഷം, ആ ഒരു തലയെടുപ്പുള്ള ഒരു വ്യക്തി അന്ന് സ്റ്റേഡിയത്തിൽ ലോകങ്ങളിൽ നടന്നപ്പോൾ ഞാനും അന്വേഷിച്ചു അദ്ദേഹം ആരാണെന്ന്. അങ്ങനെ ഒരു സർജൻ എന്നുള്ള നിലയല്ലാതെ തന്നെ സമൂഹത്തിലെ ഒരു പ്രധാന വ്യക്തി എന്നുള്ളതിൽ എല്ലാ വീടുകളിലും അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഒരു പന്തുകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീം വന്നില്ല. ആളുകളെല്ലാം ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി, കസേരകളെയായി മാറിയല്ല. ആ അവസരത്തിൽ IG സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആളുകളോട് ഒന്ന് അടങ്ങിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹങ്ങളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ ആരും അത് കൂട്ടാക്കിയില്ല. എൻ്റെ ഗുരുനാഥൻ സ്റ്റേജിൽ നിന്നിറങ്ങി സദസ്സിലേക്ക് വന്നപ്പോൾ എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ പൗരുഷം. ഒരു സർജൻ എന്നുള്ള നിലയിൽ അധികം മറ്റുള്ളവരറിയാത്ത അനേകം ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ചും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1951 വരാനുള്ള ഒരു പ്രധാന സഹകരണം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. എല്ലാവരും ഡോക്ടർ C.O. കരുണാകരനെ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വലതുകൈയും ഏറ്റവും വലിയ പ്രചോദനമായി പ്രവർത്തിച്ചത് ഡോക്ടർ കേശവൻ നായർ. ഇന്ത്യയിലെ മറ്റ് മെഡിക്കൽ കോളേജുകളെല്ലാം സന്ദർശിക്കാൻ എൻ്റെ ഗുരു കൂടിയായ ഡോക്ടർ C.O. കരുണാകരൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം പ്ലെയിനിൽ സഞ്ചരിച്ചിരുന്ന ഡോക്ടർ കേശവൻ നായർ. അവർ അന്ന് കൊണ്ടുവന്ന ആ പ്ലാനും അനുസരിച്ചാണ് അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നും അതിന് ആ വടക്കേ ഇന്ത്യയിലെ ആ കോളേജിൻ്റെ ഒരു സാമ്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ശിഷ്യരുമായിട്ടുള്ള എല്ലാവരും ഡോക്ടർമാരായി തീരാൻ കാരണമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആരംഭത്തിന് ഒരു വലിയൊരു പങ്ക് വഹിച്ചത് ഡോക്ടർ കേശവൻ നായർ. 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിരുന്നില്ല. എങ്കിലും ഇദ്ദേഹത്തെ നല്ലോണം അറിയാമായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും മനോജ് ഇവിടെ കാണിച്ചപ്പോഴുള്ള പടങ്ങളിലെല്ലാം ഫസ്റ്റ് ബാച്ചിൻ്റെ പടം കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും അദ്ദേഹമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പറ്റുന്ന അദ്ദേഹം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു സ്ഥിര പ്രതിഷ്ഠയായി. ഡോക്ടർ കേശവൻ നായരെ അറിയാൻ പറ്റില്ലാത്ത ഒരു വിദ്യാർത്ഥികളും ഒരു സ്റ്റാഫും അന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. 1953 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾക്കെല്ലാം ജനറൽ ആശുപത്രിയിലായിരുന്നു പ്രാക്ടീസ്. 1953 ഞങ്ങൾ ജനറൽ ആശുപത്രിയിൽ പോകുമ്പോൾ കേരളത്തെ സുപ്രസിദ്ധരായ ഡോക്ടർമാരെല്ലാം ഞങ്ങളുടെ ഗുരുനാഥന്മാരല്ലായിരുന്നു. ഡോക്ടർ കേശവൻ നായർ, ഡോക്ടർ അച്യുതൻപിള്ള, ഡോക്ടർ ഗോവിന്ദൻ, ഇവരുടെ എല്ലാം ശിഷ്യരാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഗുരുക്കന്മാരാണ്, ടീച്ചേഴ്സാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ട് പോവുക, ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ആത്മബന്ധമുണ്ട് സ്വന്തം വിദ്യാർത്ഥിയുമായിട്ട്. പണ്ടത്തെ ഗുരുകുലം പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളും
വീട്ടുകാര്യങ്ങളും കാര്യങ്ങളെല്ലാം എൻ്റെ ഗുരുക്കന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധത്തോടു കൂടി ഈ പഴയ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ജനറൽ ആശുപത്രിയിലാണ് ഞങ്ങൾ പഠിത്തം തുടങ്ങിയത്. അന്ന് ഞങ്ങളെ കൈപിടിച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ പടിയിലേക്ക് കടത്തിയ ഇവരെ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്ര ആത്മബന്ധത്തോടും അത്ര ആത്മാർത്ഥതയോടും കൂടിയാണ് ഞങ്ങളെ എല്ലാവരും പഠിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രോഗി ആരാണെന്ന് അറിയാമോ? പണ്ഡിറ്റ് ജവഹർലാൽ. ഏതോ ഒരു കാരണവശാലും ഒരു കുട്ടിയത്തെ ഒരു അപകടത്തിൽപ്പെടുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനെ വേർപെടുത്തിരുന്ന ഉള്ളുവേലിയിൽ കടന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ പോകുമ്പോൾ കൈ വല്ലാതെ കയറി രക്തം പ്രവഹിച്ചു തുടങ്ങി. അന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായ സംരംഭങ്ങളൊന്നുമില്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ. അന്ന് അതിവേഗം ജനറൽ ആശുപത്രിയിൽ വന്ന ആവശ്യമായ ഫസ്റ്റ് എയ്ഡിൻ്റെ സംഭരണങ്ങളെല്ലാം കൂടി വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ഉള്ള ഭാഗ്യം കഴിച്ചിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യാനിടയായി. ഡോക്ടർ യശ്വന്ത് നായർ ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ വളരെ പ്രത്യേകമായി ഓർക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ. ഒന്ന് ഡോക്ടർ പൈ, വളരെ വിഖ്യാതനായ ഡോക്ടർ പൈ. അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു രോഗിയോട് കേട്ടാൽ തന്നെ പകുതി സുഖം ഭേദമാകും. ശരിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഫിസിഷ്യനായിരിക്കുമ്പോൾ അതേ സ്വരത്തിൽ പേഷ്യൻസിനോട് ശാന്തതയോടും സ്നേഹത്തോടും സൗമ്യതയോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ കേശവൻ നായർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ, ചോദ്യം കേട്ടാൽ തന്നെ പകുതി സുഖമായിട്ട് നമുക്ക് ഭേദമായിരുന്ന രോഗികൾക്ക് തോന്നും. അതുപോലെയായിരുന്നു. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എല്ലാവരും പറയാറുണ്ട്, സൂപ്രണ്ടും പ്രൊഫസേഴ്സും എല്ലാവരും ആശുപത്രിയിൽ റൗണ്ട്സ് എടുക്കണം, പോയി അത് നോക്കണം ഇത് നോക്കണം. ഒന്നും നടക്കാറില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഒരു ടീം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുമായിരുന്നു. ആശുപത്രി സൂപ്രണ്ടും പ്രധാന ചീഫ് സർജനുമായ ഡോക്ടർ കേശവൻ നായരുടെ കീഴിൽ നഴ്സിംഗ് സൂപ്രണ്ട്, PWD എഞ്ചിനീയർ, ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ, കോൺട്രാക്ടേഴ്സ്, ഇങ്ങനെ 6-7 പേരടക്കുന്ന ഒരു ടീം ആ മെഡിക്കൽ കോളേജ് മുഴുവൻ നടക്കുമായിരുന്നു. എല്ലാ യാർഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ച് അവിടെ ആവശ്യമായ സകല ആവശ്യങ്ങളും അദ്ദേഹം സമയം തന്നെ അത് കൂടെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ ഒരു റൗണ്ട്സ് നിന്ന് നടന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എല്ലാ മാസം വളരെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും ആ ഗ്രാൻഡ് റൗണ്ട്സ് നടക്കുമായിരുന്നു. ഇന്നതില്ല. അതിൻ്റെ ദുരനുഭവം നമ്മളെല്ലാവരും രോഗികളും വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഡോക്ടർ കേശവൻ നായർ അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായ 1-2 ബന്ധത്തിനൂടെ ആയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ രോഗബാധിതനായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അച്ഛനെ ചികിത്സിച്ചത് അദ്ദേഹമാണ്, ചികിത്സിച്ച് സുഖപ്പെടുത്തിയത്. പിന്നെ ഒരു പക്ഷേങ്കിൽ ഞാനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമായിരിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഇൻഡോ ചൈന യുദ്ധ സമയത്താണെന്ന് തോന്നുന്നു ഡോക്ടർമാരെ എല്ലാം റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മറ്റു കാരണങ്ങൾ കണ്ടല്ല, എൻ്റെ വീട്ടിൽ 2 പേര് ആർമിയിലുണ്ടായിരുന്നു, സഹോദരന്മാർ, മൂത്ത സഹോദരന്മാർ. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിൽ പോകാനായിട്ട് ഒരു അപേക്ഷ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എനിക്ക് റിക്രൂട്ട്മെൻറ്റിന് പോകണമെന്നില്ല. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുമ്പോൾ, ഞാൻ അവിടെ പത്തോളജി പ്രൊഫസറായിരിക്കുമ്പോഴാണ്. പെട്ടെന്ന് ട്യൂൺ വന്ന് വിളിച്ചു, പ്രിൻസിപ്പൽ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ കയ്യിലെടുത്ത് തിരിച്ച് തന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊന്നും അപേക്ഷിക്കരുത്, ഇവിടെ ആവശ്യമാണ്. അന്ന് അദ്ദേഹം അത് ചെയ്തില്ലായെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇന്നൊരു പരേതനാണ്, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ആർമി പേഴ്സണലായിരിക്കും, ഒരു വിമുക്ത ഭടനായിട്ട് കേരളത്തിൽ ഇരിക്കുമായിരുന്നു. എൻ്റെ ഒരുമിച്ച് പോയിട്ടുള്ള 1-2 പേര് മരണപ്പെടുകയുണ്ടായ അവസരത്തിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവൻ രക്ഷയ്ക്ക് തന്നെ കാരണമായത് അദ്ദേഹമാണ്. വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം
ഒരു ഗുരു ശിഷ്യ ബന്ധത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരിക്കുമ്പോഴും ഞാൻ അവിടെ പ്രൊഫസറായിരിക്കുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളിലും എന്നെ ഏറ്റവും വേണ്ട സഹായം ചെയ്തിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കുകൊള്ളുന്നതിന് മറ്റേ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഉള്ള വ്യക്തി ഞാനാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടിയിരിക്കും